ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു അക്കാഡമിനെ കുറിച്ച് പറയാനാണ് വന്നത്. അതായത് മെഡിക്കൽ കോളേജ് എല്ലാം ഉണ്ട്, അതിൽ ടീച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്, കൺസൾട്ടിങ്ങും ഉണ്ട്. എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ ആണ്. കൺസൾട്ടിങ് ഫ്രീ ആണ്, ബട്ട് മെഡിസിനെല്ലാം നമ്മൾ പൈസ കൊടുക്കണം. അങ്ങനെ ഫഹദിന് സുഖമില്ലാണ്ടായിട്ട് ഞാൻ എന്താക്കി അവനെയും കൂട്ടിയിട്ട് വിസയിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാണ് അതിൻ്റെ ഉള്ളിൽ കണ്ട. അവിടെ കുറേ ഇപ്പുറം സൈഡ് പഠിപ്പിക്കുന്നതാണ്, ഇപ്പുറം ആണ് കൺസൾട്ടിങ്ങിന് ഹോസ്പിറ്റൽ തന്നെയാണത്. എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ ആണ്. ഞങ്ങൾ ആധാർ കാർഡെല്ലാം, അതിപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നാലും ആധാർ കാർഡ് അവിടെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവരത് ഒരു കാർഡ് തരും നമുക്ക്. അപ്പോൾ ഇവിടെ പോയിട്ടാണ് ഇവരെ കൊടുക്കും. എന്നിട്ട് അവർ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും, ആധാർ കാർഡ് കൊടുക്കും. എന്നിട്ട് നമുക്ക് എന്താക്കും, അവർ ഇതുപോലത്തെ ഒരു കാർഡ് തരും. എന്നിട്ട് അതും കൊണ്ടാണ് നമ്മൾ ഓരോ സെക്ഷനിലേക്ക് പോകേണ്ടത്. ആരെയാണ് കാണിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ENTനെ കാണിച്ചു. ENTനെ ഫസ്റ്റ് ENTനെ കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഏതാണെന്നെല്ലാം ചോദിച്ചു. അപ്പം ന്യൂറോനെ കാണിക്കാൻ പറഞ്ഞു അവനോട്. എന്നിട്ട് ന്യൂറോന് വേണ്ടിയിട്ട് നമ്മളെന്തൊക്കെ കട്ട പോസ്റ്റാണ്, കുറേ കട്ട പോസ്റ്റ് ഉണ്ടാകും, കുറേ പട്ടിഷു കാണിക്കുന്നതാണ്. അതൊന്ന് കരയക്കട ഇങ്ങനെ കുറേ വെയിറ്റ് ചെയ്തിട്ടിരുന്ന് ഓരോ സ്ഥലത്ത് ഓരോന്ന്, കുറേ ബ്ലോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, സെക്ഷൻസ് ഉണ്ട്. ഡോക്ടേഴ്സ് ആരും അവിടെ കൺസൾട്ടിങ്ങിന് അധികം ആരുമില്ല, എന്നാലും കുറേ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഡോക്ടർ കുറേ മരുന്നെല്ലാം കാര്യമായിട്ടൊന്നുമില്ല. മരുന്നും വാങ്ങി നമ്മൾ വീട്ടിൽ പോയി ഞാൻ വേഗം പരിപ്പ് വടയെല്ലാം ചുട്ട്. കുട്ടികളെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് ഞാൻ കുട്ടികളെ കൂട്ടാറില്ല. അങ്ങനെ നല്ല പരിപ്പ് വടയെല്ലാം ചൂടോടുക്ക് ചുട്ട് അഫുവിന് നല്ല സന്തോഷം. അവൻ്റെ കുറേ കസർത്തെല്ലാം ഉണ്ട്. അഫുവിൻ്റെ കുറേ കസർത്ത്. അങ്ങനെ നമ്മൾ നല്ല ചൂട് ചായയും ആക്കി നല്ല പരിപ്പ് വടയും സോസും കൂട്ടിയിട്ട് ഈവനിങ് ഒരു ഫിലിം ഇട്ടിട്ട് കണ്ടോ ഇങ്ങനെ ഇരുന്ന് അന്തസ്. അപ്പം ഇത്രയേ ഉള്ളൂ.